കർമ്മലിയമ്മേ, പണ്ടൊക്കെ ഇതേപോലെ മരുന്നുണ്ടി ഉണ്ടാക്കുമായിരുന്നാ? ഇതേപോലെ ആൾക്കാരൊക്കെ വരുവാർന്നോ? ഞങ്ങൾ വീട്ടിലിട്ട് രാത്രി മരുന്ന് വറുത്തൊക്കെ പൊടിച്ച് തിന്നുന്നു. ഞങ്ങൾ അപ്പോഴും അമ്മയൊക്കെ കൊടുക്കും. അതിൻ്റെ ആരോഗ്യമാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാചകമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇന്ന് നമ്മൾ പഴയ തലമുറകളിലേക്ക് പോയാൽ അങ്ങനെ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ കുറവാണ്. അതിന് കാരണമുണ്ട്. ഇന്ന് ഇവിടുത്തെ മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ മരുന്നുണ്ടി ഉണ്ടാക്കുന്നൊരു ദിവസമാണ്. മലയാള മാസത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ പണ്ട് കാലത്തൊക്കെ ഒത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് പറയുന്നു. ആ ദാരിദ്ര്യത്തെ അതിജീവിക്കാനും മഴയുള്ള സമയമായതിനാൽ ഈ മഴക്കാല രോഗങ്ങളൊക്കെ അതിജീവിക്കാനൊക്കെ പഴയ തലമുറയ്ക്കുണ്ടായ ഭക്ഷണത്തോടൊപ്പമുള്ളൊരു മരുന്നായിരുന്നു ഈ മരുന്നുണ്ടയും എള്ളുണ്ടയും മഴക്കാലത്തുണ്ടാക്കുന്ന മരുന്ന് കഞ്ഞിയൊക്കെ. പണ്ടൊക്കെ കാണാം ആളുകളൊക്കെ ഇങ്ങനെ എണ്ണ തേച്ചൊക്കെ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്ന് അതിന് ശേഷമൊക്കെ അങ്ങനെ കുളിച്ചൊരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ഈ മരുന്നുണ്ട പോലെയുള്ള ഭക്ഷണങ്ങൾ അത് ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മരുന്നായിട്ട് പഴയ തലമുറ കണ്ടുപോയി. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലേക്ക് വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ, കർക്കിടക മലയാള മാസത്തിലെ അവസാനത്തെ മാസമാണല്ലോ, ഒരു പുതിയ വർഷം വരുമ്പോൾ ഉണർവോടുകൂടി ജീവിക്കാനും പണിയെടുക്കാനുമുള്ള ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ കൂടിയായിരുന്നു ഈ മരുന്നുണ്ട പോലെയുള്ള ഈ ജീവിത ശൈലിയിലുള്ള ഭക്ഷണങ്ങൾ. നമുക്ക് വളരെ ആഗ്രഹമുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ആയുസ്സും ആരോഗ്യവും നൽകണമേ. ദൈവം നൽകിയ വലിയ അമൂല്യമായ ദാനമാണ് ജീവൻ. അതിൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതിനു വേണ്ടി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കാൻ, ദൈവമേ ആയുസ് നൽകുമ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാകാൻ, ആരോഗ്യമുള്ളൊരു കുടുംബമാകാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ.